രതീഷ, ഈ ട്രെൻഡാണെങ്കിൽ NDA സർക്കാർ രൂപീകരിക്കും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. വളരെ നേരത്തെയാണ്, അല്ലെങ്കിൽ ടു ഏർലിയാണ്. എന്നാലും ഈ ഒരു സൂചന അതാണ് നൽകുന്നത്. ഇപ്പോൾ മൊക്കമ്മ എന്ന് പറയുന്ന മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ലീഡ് നില വരുന്നുണ്ട്. 2700 വോട്ടിന് ആനന്ദ് സിംഗ് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുണ്ടായ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘർഷമാണ് ബീഹാറിൽ ഈ മൊക്കമ്മയിലെ സ്ഥാനാർത്ഥി ആനന്ദ് സിംഗിനെ അറസ്റ്റ് ചെയ്തത്. അതായത് ഒരു സംഘർഷത്തിനിടെ ആ ഒരു യാദവനെ കൊന്ന കേസിലാണ്, കൊല ചെയ്യപ്പെട്ട കേസിലാണ് ഇപ്പോൾ ആനന്ദ് സിംഗ് അറസ്റ്റിലായത്. പക്ഷേ ആ ഒരു വിഷയം ഒരു ലോ ആൻഡ് ഓർഡർ എന്നുള്ള വിഷയത്തിനപ്പുറത്തേക്ക് മാറി അതൊരു ജാതികളെ ഏകോപിപ്പിക്കുന്ന ഒരു വിഷയമായി മാറുന്നു എന്നുള്ളതാണ്. ആനന്ദ് സിംഗ് എന്ന് പറയുന്ന ഭൂമിഹാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നു. മരിച്ചത് അല്ലെങ്കിൽ ആ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് ഒരു യാദവനാണ് എന്നുള്ളത് പോലും മറന്നു വെച്ചൊരു യാദവ് ഭൂമിഹാർ ഒരു ഏകീകരണം ആ മണ്ഡലത്തിൽ ഉണ്ടാകുന്നു. ഒരുപക്ഷെ തോൽക്കാൻ മാത്രമായിരുന്നു വിധി ഉണ്ടായിരുന്ന ആനന്ദ് സിംഗ് ഇപ്പോൾ 2700 വോട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ മനോജ് പറഞ്ഞ പോലെ ഇതൊരു ജാതി സമവാക്യങ്ങളുടെ ഒരു കളി മാത്രമാണ് ബീഹാർ എന്ന് പറയുന്നത്. ജാതി എന്ന് പറയുന്ന ഇതിനപ്പുറത്തേക്ക് മാറി മറ്റ് വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയം, മൊക്കമ്മയിലെ മാത്രം വിഷയം നമ്മളെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വിഷയം കൊണ്ട് മാത്രം വലിയ തോതിലുള്ള ഒരു ഏകീകരണം ഭൂമിഹാർ വോട്ടുകളുടേത് NDAക്ക് അനുകൂലമായി വിവിധ മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറയുന്ന മുസ്ലിം യാദവ എന്ന് പറയുന്ന കോമ്പിനേഷൻ അപ്പുറത്തേക്ക് പോകാൻ RJDക്കും മഹാഗഠബന്ധനും കഴിയുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പുതിയ സമുദായത്തെ കൂടി കൊണ്ടുവന്ന് ആ മതിൽ തകർത്ത് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ 90% യാദവ വോട്ടുകളും ലഭിച്ചത് മഹാഗഠബന്ധനാണ്, അല്ലെങ്കിൽ RJDക്കാണ്. 74%-ലധികം മുസ്ലിം വോട്ടുകൾ ലഭിച്ചത് മഹാഗഠബന്ധനാണ്. പക്ഷേ അപ്പോഴും അതിനപ്പുറത്തേക്ക് പോയി മറ്റൊരു പുതിയ ഒരു ജാതിയെ ആകർഷിക്കാൻ മഹാഗഠബന്ധനെ കുറിച്ച് പറയുമ്പോൾ ബസന്ത് നോക്കൂ, ഇപ്പോഴത്തെ നിലയിൽ 72 സീറ്റിൽ MGB ലീഡ് ചെയ്യുമ്പോൾ അതിൽ 66 RJDയുടേതാണ്. 4 മാത്രമാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്, 2 ലെഫ്റ്റ് പാർട്ടികളും. അപ്പോൾ കോൺഗ്രസ് വെറും 4 സീറ്റിൽ മാത്രം ലീഡ് ചെയ്യുന്നു എന്ന അവസ്ഥയാണ് MGBയെ ഇത്രയും ദുർബലമാക്കിയത്. 66 RJD ലീഡ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് അവർ തന്നെ പ്രതീക്ഷിച്ചതിലും മോശമായ പ്രകടനത്തിലേക്ക് പോവുകയാണോ? കഴിഞ്ഞ തവണത്തേക്കാൾ മോശമായ പ്രകടനത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ തവണ 70 സീറ്റ് മത്സരിച്ച് 19 കിട്ടിയതെങ്കിൽ ഇത്തവണ അതിനേക്കാൾ മോശമായി 6 സീറ്റിൽ 5 സീറ്റിലേക്ക് 7 സീറ്റിലേക്കോ ഒതുങ്ങേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഞാൻ ഇവിടുന്ന് പോയിട്ടുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെ അവർ എടുത്തെടുത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് അവിടെ ചിത്രത്തിലില്ല എന്നുള്ളത്. നിങ്ങൾ ഓർക്കുക, ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ബീഹാർ പോലൊരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാം, തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നൊക്കെ ഉള്ള ഒരു കണക്ക് കൂട്ടൽ പൂർണ്ണമായും പിഴച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ RJD പോലും, തേജസ്വി യാദവ് പോലും ആ വിഷയം അവിടെ ഉന്നയിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഒരുപക്ഷെ മനോജ് അവിടെ ദിവസങ്ങളോളം ബീഹാറിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. വോട്ട് ചോരി ആയിരുന്നോ വിഷയം, അതോ 20 കൊല്ലത്തെ NDA അല്ലെങ്കിൽ നിതീഷ് കുമാർ ഭരണത്തിൻ്റെ പരാജയങ്ങളായിരുന്നോ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ്. തൊഴിലില്ലായ്മ എന്നുള്ളൊരു വലിയ വിഷയം അവിടെ വന്നിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ വിഷയം എടുക്കാതെ ഒരുപക്ഷെ വോട്ട് ചോരി എന്നുള്ള വിഷയത്തിൽ 10-15 ദിവസം രാഹുൽ ഗാന്ധി പിന്നെ യാത്ര നടത്തുന്നു, അതുകൊണ്ട് മാത്രം ജയിച്ച് കയറാമെന്നുള്ള ഒരു വിഷയം, അതൊരു വിഷയം അവിടുത്തെ സാധാരണക്കാർക്ക് അത് എത്രത്തോളം അത് മനസ്സിലാകുമെന്നുള്ളത് പോലും അറിഞ്ഞൂടാത്ത തരത്തിൽ. ഒരുപക്ഷെ ഈ പറയുന്ന ഒരു പ്രത്യേക ക്ലാസ്സിനപ്പുറത്തേക്ക് പോയിട്ട് ഈ വോട്ട് ചോരി എന്ന് പറയുന്നതിൻ്റെ സാങ്കേതികത്വം എത്രത്തോളം മനസ്സിലാകുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കണ്ടേ. കോൺഗ്രസ് അതുപോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ദുർബലമായ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് വീഴുന്നോ ബീഹാറിൽ എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത്. ഏറ്റവും ദുർബലമായ അവസ്ഥയിലേക്ക് കോൺഗ്രസ് വീഴുന്നു. ഇപ്പോഴത്തെ ഡിജിറ്റ് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ 4 61 സീറ്റിൽ മത്സരിക്കുമ്പോൾ 4 സ്ട്രൈക്ക് റേറ്റ് ഒരു 10% പോലും ഇല്ല. 5% തൊട്ടുമുകളിൽ. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു ദുരന്ത കാവ്യം രചിച്ചു. ഇതുവരെയുള്ള റിസൾട്ടുകളാണ് അന്തിമ റിസൾട്ടായി വരുന്നത് എങ്കിൽ കോൺഗ്രസ് അങ്ങേയറ്റം മോശമായ അവസ്ഥയിലാണ്. വെറും 4 സീറ്റുകളിൽ മാത്രം 66 RJD ലീഡ് ചെയ്യുമ്പോൾ വെറും 4 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. 2 ഇടത് പാർട്ടികളും ലീഡ് ചെയ്യുന്നു. അതായത് MGBയുടെ 72-ൽ 66 RJDയുടേതാണ്, കോൺഗ്രസിന്റെ 4 മാത്രം. മറുവശത്ത് NDAയിൽ 138 എന്ന ടാലി വരുമ്പോൾ 68 BJP, 63 JDU എന്നുള്ളതാണ്. അതായത് JDUവും BJPയും അവിടെ ഈക്വൽ പാർട്ണർമാരായിട്ടുണ്ട്. 2 കൂട്ടരും പെർഫോം ചെയ്യുന്നു, 2 പേരും മികച്ച സ്ട്രൈക്ക് റേറ്റിലേക്ക് വരുന്നു. അങ്ങനെ ഒരിക്കൽ കൂടി നിതീഷ് കുമാറിന്റെ ഭരണം എന്ന നിലയിലേക്ക് ബീഹാറിന്റെ രാഷ്ട്രീയം വരികയാണ്. ഭരണ തുടർച്ച ഉണ്ടാകുന്നു എന്ന സൂചനയാണ്. ആദ്യത്തെ 1 മണിക്കൂർ പിന്നിടുമ്പോൾ, 1.5 മണിക്കൂർ ആകാൻ പോകുമ്പോൾ ഭരണ തുടർച്ച എന്ന സൂചന ബീഹാറിൽ നിന്ന് ലഭ്യമാകുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ടുകളും NDAക്ക് അനുകൂലമാണ്.